ഞായറാഴ്ചയാണ് ഇത്തരത്തിലുള്ളൊരു സെൻഡ് ഓഫ് പാർട്ടി ഉണ്ടാവുന്നത്. ആ സെൻഡ് ഓഫ് പാർട്ടിയിലെ ട്യൂഷൻ സെൻറ്ററിലെ 2 സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ പാട്ട് നിന്ന് പോയതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടാവുന്നു. പിന്നീട് വ്യാഴാഴ്ചയാണ് ഇത്തരത്തിലുള്ള ഒരു സംഘടിത ആക്രമണത്തിലേക്ക് പോയത്. നഞ്ചക്ക് ഉൾപ്പെടെയുള്ള സാധനം വെച്ച് ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. ഇപ്പോൾ അഭിജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. എത്രമാത്രം വേദന ആ കുട്ടി സഹിച്ചിട്ടുണ്ടാകും. കാരണം ഈ ഒരു സംഭവം ഉണ്ടായി അവൻ വീട്ടിലേക്ക് സുഹൃത്തിൻ്റെ സ്കൂട്ടറിൽ വന്ന് ഇറങ്ങുന്ന CCTV ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ ആ സമയത്തൊന്നും അവന് യാതൊരു തരത്തിലുള്ള പ്രശ്നവും അവൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല, പുറത്തൊന്നും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതും ബന്ധുക്കൾ പറയുന്നുണ്ട്. അവൻ വന്നു, പിന്നെ വീട്ടിൽ കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ വായിൽ നിന്നും നുരയും പതയും വരുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോഴാണ് അവർ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് തന്നെ വേഗം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള നിർദ്ദേശമാണ് നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് എത്തിക്കുമ്പോഴേക്കും സ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. വെന്റിലേറ്ററിലായിരുന്നു നേരെ ഉണ്ടായിരുന്നത്. ഡോക്ടർമാർ ആ സമയത്ത് തന്നെ കുടുംബാംഗങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 70% ക്ഷതം തലച്ചോറിന് ഏറ്റിട്ടുണ്ട്. ആ ഒരു സാഹചര്യമാണുള്ളത്. ഡോക്ടേഴ്സ് പറഞ്ഞത് പ്രകാരമാണെങ്കിൽ പരമാവധി ഇവൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു നടപടി ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടാകും. പക്ഷേ അത് എത്രത്തോളം അത് നടക്കും എന്ന ഉറപ്പ് ഞങ്ങൾക്ക് നൽകാൻ കഴിയില്ല എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത്രമാത്രം ക്ഷതം ആ തലച്ചോറിൽ അവനുണ്ടായിരുന്നു. ഇന്നലെ രാത്രി 10:30 തന്നെയാണ് ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോയത്. ആ സമയത്ത് ഈ വാടക വീട്ടിലായിരുന്നു ഉമ്മയുണ്ടായിരുന്നത്. ഉമ്മയെ അവിടെ നിന്നും ആശുപത്രിയിൽ എത്തിച്ച് അവനെ ഒരു നോക്ക് കാണിച്ചു. അതിനുശേഷം 12:30 അവൻ്റെ മരണം സ്ഥിരീകരിച്ചത്. തൊട്ടു പിന്നാലെ നമ്മൾ ഇന്ന് രാവിലെ വീട്ടിലെത്തിയ സമയത്ത് ആ മകൻ്റെ മരണവാർത്ത അറിഞ്ഞ ആ സമയം മുതൽ തളർന്ന് കിടക്കുന്ന ഉമ്മയെയും ബാപ്പയുമാണ് കണ്ടത്. അവർ ആ സമയം മുഴുവൻ അവർക്ക് ആരോഗ്യപരമായി ഈ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം അവർക്ക് അലട്ടിക്കൊണ്ടിരുന്നു. പ്രത്യേകിച്ച് അവരുടെ പ്രതീക്ഷയാണ്. മൂത്ത മകൻ എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ ഉണ്ടാവുന്നതാണ്. ആ ഒരു പ്രതീക്ഷയാണ് അറ്റുപോയത്. ആ ഒരു ജീവനാണ് ഇപ്പോൾ അകത്തെ മുറിയിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. പുറത്ത് ഇപ്പോൾ പ്രാർത്ഥന നടക്കുന്നുണ്ട്, പ്രത്യേകം പ്രാർത്ഥന നടക്കുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷമായിരിക്കും തൊട്ടടുത്തുള്ള ടൗൺ ജുമാ മസ്ജിദിൽ നിസ്കാര പ്രാർത്ഥനയുണ്ട്. അവിടെ കൂടുതൽ ആളുകൾ, ഇവിടെയുള്ള കുറേ ആളുകൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അതിനുശേഷമാണ് വിപുലമായ ഒരു പൊതുദർശനം. അതായത് ഇവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും അവൻ്റെ കൂട്ടുകാരും ഈ സമീപ പ്രദേശങ്ങളിലെ സ്ത്രീകൾക്കും വേണ്ടി അവസാനമായി ഒരു നോക്ക് കാണാനുള്ള സജ്ജീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്. അവരിപ്പോൾ വീടിനകത്ത് ഏറ്റവും അടുത്ത ബന്ധുക്കളായ സ്ത്രീകൾ ഇപ്പോൾ അവനെ ഒരു നോക്ക് കാണുന്നുണ്ട്. അതിനുശേഷമായിരിക്കും മദ്രസയിൽ ഒരു പൊതുജനങ്ങൾക്ക് കാണാൻ, അവൻ്റെ സുഹൃത്തുക്കൾക്ക് കാണാൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, രാവിലെ നമ്മൾ വന്നത് മുതൽ നമ്മൾ കാണുന്ന കാഴ്ചയാണ്. ഒരുപാട് ആളുകൾ കണ്ണ് നിറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇതുപോലെ ഒരുപാട് കാഴ്ചകൾ ഈ ഒരു വീട്ടിലും നേരത്തെ ഉണ്ടായിരുന്ന വാടക വീട്ടിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ ഇപ്പോൾ ഈ വീടുകളിലുള്ള ആളുകളുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്ന കാഴ്ച നമുക്ക് തന്നെ സങ്കടം സഹിക്കവയ്യാത്ത ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. വിങ്ങി പൊട്ടിപ്പോവുകയാണ് പലപ്പോഴും. രാവിലെ നമ്മൾ ആദ്യമായി ആ വീട്ടിലെത്തി ഒരു പ്രതികരണം കേട്ടത് നാരായണി ചേച്ചിയുടെ ആയിരുന്നു. ആ നാരായണി ചേച്ചി പറഞ്ഞ വാക്കുകൾ, എനിക്ക് എങ്ങനെയാണ് അവൻ പോയി എന്ന് വിശ്വസിക്കാൻ പറ്റുക എന്ന ഒരു ചോദ്യമാണ് അവർ ചോദിച്ചത്. കാരണം അത്ര കണ്ട് ആ വീടുമായി അല്ലെങ്കിൽ അയൽക്കാരുമായി ഒക്കെ ബന്ധം സൂക്ഷിച്ചിരുന്ന, ഏത് ആവശ്യത്തിനും അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ഒരു കുട്ടി, പഠനത്തിൽ ഏറെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കുട്ടി, ഒരു വീടിൻ്റെ വലിയ പ്രതീക്ഷ, അവനാണ് സുഹൃത്തുക്കളുടെ ഒരു ആക്രമണത്തിൽ അല്ലെങ്കിൽ അവരൊരു ക്രിമിനൽ ബുദ്ധിയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു കാലത്ത് നമ്മൾ സംസാരിച്ച ആളുകളെല്ലാം പറഞ്ഞ ഒരു കാര്യം, ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. അവൻ്റെ ഭൗതികദേഹം ഇപ്പോൾ വീടിന് അകത്തു നിന്നും പുറത്തേക്ക്, അതായത് പുറത്തിപ്പോൾ കൂടി നിൽക്കുന്ന ബന്ധുക്കൾക്ക്, ആളുകൾക്ക് എല്ലാം ഒരു നോക്ക് കാണാനായി സ്ത്രീകൾ പുറത്തിപ്പോൾ സ്ത്രീകളുണ്ട്. അവർക്ക് വീണ്ടും പുറത്ത് ഇപ്പോഴും സ്ത്രീകൾ നിൽക്കുന്നത്, അവർക്ക് ഒന്നുകൂടി കാണണം എന്നൊരു അഭ്യർത്ഥന പറഞ്ഞത് പ്രകാരം ഇപ്പോൾ വീണ്ടും വീടിനുള്ളിലേക്ക് കൂടുതൽ സ്ത്രീകൾക്ക് കാണാനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. അത് പ്രകാരം കൂടുതൽ വലിയ തിരക്ക് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അടുത്ത ബന്ധുക്കളും അയൽക്കാരും അത്രയും പരിചയമുള്ളവരും മാത്രം അവർക്ക് വീട്ടിനകത്ത് തറവാട്ടു വീട്ടിൽ പൊതുദർശനത്തിന് സൗകര്യം ഒരുക്കുന്നു. അവസാനമായി ആ മൃതദേഹം ഒന്ന് കാണാനുള്ള സൗകര്യം ഒരുക്കുന്നു. അതിനുശേഷം
അതിനുശേഷം മദ്രസയിലേക്ക്, അവിടെ കൂടുതൽ പേർക്ക് പൊതുദർശനത്തിന് സൗകര്യമുണ്ടാകുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും ഇപ്പോഴത്തെ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, മിഥില പറഞ്ഞ വിവരങ്ങളിൽ നിന്ന് കൂടുതൽ പേർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെ വലിയൊരു ജനാവലി തന്നെ അങ്ങോട്ടേക്ക് എത്തുന്നു. നമുക്കറിയാം, ഗ്രാമമാണ്. ആ നേരത്തെ പറഞ്ഞ ആ മുമയുടെ പോലെ തന്നെ ഒരുപാട് ഓർമ്മകളുമായാണ് അവിടെയുള്ള ഓരോരുത്തരും നിൽക്കുന്നത്. നാട്ടുമ്പുറങ്ങളിൽ പലരുമായും ഒരുപാട് പേരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ, ചിരികളികളോടെ, അല്ലെങ്കിൽ ഒരു കുശലാന്വേഷണമെങ്കിലും ഇല്ലാതെ നമ്മൾ കടന്നു പോകില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ഓർമ്മകളുമായാണ് ആ മനുഷ്യരെല്ലാവരും അവിടെ എത്തിയിട്ടുള്ളത്. ഇതുപോലൊരു അന്ത്യയാത്രാമൊഴി നൽകുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ട് വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അത് കൂടപ്പിറന്ന സഹോദരനാണ് കൊന്നത്. അതിനുശേഷം ഒരു കുടുംബത്തെ മുഴുവനും നാമാവശേഷമാക്കിയ, അതിനുശേഷം അധികം ദിവസമായില്ല ഇതാ സഹപാഠികൾ. അപ്പോൾ എല്ലാം സംഭവിക്കുന്നത് ബന്ധുക്കളും സഹപാഠികളും ഒക്കെ തന്നെ അക്രമങ്ങൾ നടത്തുന്നതിൻ്റെ, ജീവൻ എടുക്കുന്നതിൻ്റെയൊക്കെ വാർത്തകളാണ് വരുന്നത്. അതിലൊന്ന് തന്നെയാണ് ഇത് അവസാനത്തെ ആകട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ പൊതുദർശനം അവിടെ നടക്കുകയാണ്. കൂടുതൽ പേർക്ക് വീടിനകത്തേക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വീടിനകത്തേക്ക് കൂടുതൽ പേർക്ക് കയറാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ്. വീടിന് പുറത്ത് മതപരമായ പ്രാർത്ഥനകളും ചടങ്ങുകളും നടക്കുന്നു. അല്പസമയത്തിനകം തന്നെ മദ്രസയിലേക്ക് ആ മൃതദേഹം എടുക്കുകയും ചെയ്യും.